പതിവ് പോലെ തന്നെ പോകാനുള്ള വണ്ടിയും പിള്ളേർ സെറ്റും എത്തിയിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള തീരുമാനമാണ്. അപ്പോൾ ഇതേ ഒരുത്തിനോട് വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ, സ്പീക്കറൊക്കെ ആയിട്ട്. തീരുമാനമാകാതെ നേരെ വണ്ടി കയറി. എളങ്കാട്ടിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അവനെ കൂടെ വിളിച്ച് കയറ്റിട്ട് പോയേക്കാന്ന് വെച്ച് വണ്ടി നേരെ എളങ്കാടിന് വിട്ടു. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാമെന്ന് വെച്ച് എവിടെ പോകണമെന്ന്. അങ്ങനെ എളങ്കാട് എത്തിയപ്പം അവനിത് റോഡ് സൈഡിൽ നിൽപ്പുണ്ട് നമ്മളെ കാത്ത്. പെട്ടെന്ന് അവൻ വണ്ടി കൊണ്ടുവച്ചിട്ട് ഓടി അങ്ങ് വന്നു. അങ്ങനെ ഇവനെ വലിച്ചു കയറ്റി തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി 2 പൊറോട്ട കഴിച്ചേക്കാന്ന് വെച്ചു. പിന്നെ ഒന്നും നോക്കില്ല, ഹോട്ടലിൽ കയറി പൊറോട്ട അങ്ങ് ഓർഡർ ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല പൊറോട്ടയും സാമ്പാറും അതിൻ്റെ കൂടെ പിടിക്കാനാണെങ്കിൽ നല്ല നത്തോലി ഫ്രൈയും. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പറഞ്ഞു, ബാ നേരെ വാഗമണ് പോയേക്കാന്ന്. എപ്പോഴും പോകുന്ന വഴിയല്ല, വേറെ വഴിയുണ്ട്, പൂഞ്ഞാർ അടിവാരം ചെന്നിട്ട് അവിടുന്ന് ഒരു ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നേരെ അതിലേ പോയേക്കാന്ന് വെച്ചു. വണ്ടി നേരെ അങ്ങോട്ട് എടുത്തു. പോകുന്ന വഴി എന്നത് അത്യാവശ്യം നല്ല കയറ്റവും നല്ല ഇറക്കവും ഒക്കെ ഉള്ളൊരു വഴി തന്നെയാണ്. നല്ല കയറ്റം ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഹീറ്റിംഗ് ഒക്കെ കൂടുതലാണ് കാണിച്ചേക്കുന്നത്. പോകുന്ന വഴിയിൽ തൊട്ടപ്പുറത്തെ മലയിൽ നല്ല തീ പിടിക്കുന്നതായിട്ട് കാണാം. ആരെങ്കിലും തീ ഇട്ടതാണോ ഇനി കാട്ടുതീയാണോ എന്നും അറിയില്ല. അങ്ങനെ പൂഞ്ഞാർ അടിവാരം എത്തി. അടിവാരം കവലയിൽ നിന്ന് റൈറ്റ് കയറി ഒരു സ്വല്പം ചെല്ലുമ്പോൾ ഒരു പള്ളിയുണ്ട്. അവിടുന്ന് വലത്തോട്ടൊരു വഴി കിടപ്പുണ്ട്, നല്ലൊരു കയറ്റം. അത് കയറി അങ്ങ് പോയി. അങ്ങനെ കയറ്റം കയറി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ദേ ഫ്രണ്ടിലൊരു ഐസ് വണ്ടിക്കാരൻ. പിന്നെ അവിടെ നിർത്തി ഓരോ ഐസ്ക്രീം അങ്ങ് കഴിച്ചു. അങ്ങനെ ഐസ്ക്രീം കഴിപ്പ് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് പോയേക്കാന്ന് വെച്ചു. നേരെ ഇനി ഓഫ് റോഡ് യാത്ര തുടങ്ങുമോ ഇവിടുന്ന്. കണ്ടിട്ട് അത്യാവശ്യം നല്ല കിടിലൻ ഓഫ് റോഡാണെന്നാണ് തോന്നുന്നത്. ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ഓഫ് റോഡാണ് എന്തായാലും. അതിൻ്റെ കൂടെ വെയിലും ഒന്നും പറയണ്ട. സാധാരണ നമ്മൾ ഓഫ് റോഡ് പോകുമ്പോൾ എവിടെയെങ്കിലും പെട്ട് കിടക്കുക എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ്. എന്തായാലും ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായില്ല. എന്തായാലും നല്ല കിടിലൻ ഓഫ് റോഡിങ് ആയിരുന്നു. അധികം നമ്മൾ ലോക്കായി കിടന്നില്ല. അതിനു മുമ്പ് ഏതോ ഒരു സ്ഥലത്തെത്തി. ഏതോ തേയിലക്കാട് റോഡിൽ കയറി ചെന്നു. വാഗമണ്ണം എന്നുള്ള പ്രതീക്ഷയോടെ നേരെ പോവുക. ആ ചെന്ന് കയറിയ വഴിയുണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടം. എന്താ ഒരു ഭംഗി. അവിടെ നിന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെയും വണ്ടി കയറി. എങ്ങനെയും വാഗമൺ എത്തണമല്ലോ. മുന്നോട്ട് ചെല്ലും തോറും വഴി മെച്ചപ്പെട്ട് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. കോൺക്രീറ്റ് ഒക്കെ ആയി വഴി മാറിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഏതോ പ്രൈവറ്റ് പാർട്ടീസിൻ്റെ എന്ന് തോന്നുന്നു. ഈ സ്ഥലം കണ്ടപ്പോൾ വഴി ഞങ്ങൾക്ക് മനസ്സിലായി. ഇത് കുരിശുമല റൂട്ട് വഴിയാണ്. നമ്മളിത് ഇവിടുന്ന് റൈറ്റ് കയറുന്ന കുരിശുമലയിൽ ലെഫ്റ്റ് പോകുന്നത് വാഗമണ്ണിലോട്ടുമാണ്. ഈ ഇറക്കം ഇറങ്ങി തീരുന്ന കവലയുടെ ലെഫ്റ്റ് പോകുന്നത് വാഗമണ്ണ് ടൗണിലോട്ടും റൈറ്റ് പോകുന്നത് കുട്ടിക്കാനത്തോട്ടുമാണ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മൾ വാഗമണ്ണിൽ സ്ഥിരം പോകാറുള്ള ചേച്ചിയുടെ കടയിലെത്തി. എന്നാൽ പിന്നെ അവിടെ കയറി ഓരോ നാരങ്ങാവെള്ളവും എന്തെങ്കിലുമൊക്കെ ബജിയും കഴിച്ചിട്ട് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ കുറേ നേരം വാഗമണ്ണിൽ നിന്ന് സമയം ചെലവഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് മടങ്ങാമെന്ന് വെച്ചു.